നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ ആദ്യ സെഷൻ ടീം ഇന്ത്യ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. ഡൽഹിയിൽ ടോസ് ലഭിച്ച ഇന്ത്യൻ ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ലഞ്ചിൻ്റെ സമയത്ത് 94-1 എന്ന രൂപത്തിലാണുള്ളത്. ഇന്നത്തെ ദിവസം ആദ്യ സെഷനിൽ വെസ്റ്റ് ഇന്ത്യൻ ബൗളേഴ്സ് വളരെ ഡിസിപ്ലിൻഡായിട്ട് പന്തെറിഞ്ഞു. അത് കാണാതെ പോകരുത്. പക്ഷേ ഒറ്റ വിക്കറ്റ് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് KL രാഹുലിൻ്റെ വിക്കറ്റാണ്. അദ്ദേഹം അതിൻ്റെ മുമ്പ് ക്യാരി പിഴയ്ക്കെതിരെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അദ്ദേഹം സിക്സർ അടിച്ചിരുന്നു. അത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. പക്ഷേ ഇത്തവണ അദ്ദേഹം റിസീവ്ഡായിപ്പോയി. സ്റ്റംപ് ചെയ്യപ്പെട്ട് അദ്ദേഹം പുറത്തായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ഒഴികെ മറ്റ് വിക്കറ്റുകളൊന്നും നല്ല ഡിസിപ്ലിൻഡായിട്ട് പന്തെറിഞ്ഞിട്ടും വെസ്റ്റ് ഇൻഡീസിന് നേടാൻ പറ്റിയിട്ടില്ല. ഇതിൽ സഹ ഓപ്പണർ KL രാഹുലിൻ്റെ സഹ ഓപ്പണറായിട്ട് ക്രീസിലേക്ക് എത്തിയ യശസ്വി ജയ്സ്വാൾ കിടിലൻ ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത്. നല്ല പേഷ്യൻസോടുകൂടി അദ്ദേഹം നിന്നു. അതുപോലെ തന്നെ വളരെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ചില സ്ട്രോക്ക് പ്ലേസും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു. 7 ഫോറുകളാണ് ആ ബാറ്റിൽ നിന്ന് വന്നത്. അദ്ദേഹം 40 റൺസുമായിട്ട് ക്രീസിലുണ്ട്. KL രാഹുൽ 38 റൺസുമായിട്ട് മടങ്ങി. സായ് സുദർശൻ 36 പന്തുകൾ ഇപ്പോൾ നേരിട്ട് കഴിഞ്ഞു. സോഫാർ അദ്ദേഹം നല്ല സോളിഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു ബിഗ് സ്കോറിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ടോസ് ലഭിച്ച നമ്മുടെ ടീം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ തന്നെ അർദ്ധ സെഞ്ചുറി പിറന്നു. 58 റൺസിൻ്റെ സ്റ്റാൻഡാണ് KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർത്തിട്ടത്. രാഹുൽ 54 പന്തിൽ നിന്ന് 5 ഫോറും ഒരു സിക്സറും അടക്കം 38 റൺസ് അടിച്ചതിന് ശേഷം വെരിക്കാൻ്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ സ്റ്റംപ് ചെയ്ത് മടങ്ങി പോവുകയായിരുന്നു. എന്തായാലും നല്ല രൂപത്തിലുള്ളൊരു ഇന്നിങ്സാണ് അദ്ദേഹവും കളിച്ചത്. യശസ്വി ജയ്സ്വാൾ 78 പന്തുകൾ 7 ഫോറുകൾ 40 റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്നു. സായ് സുദർശൻ 36 പന്തുകൾ 3 ഫോറുകൾ സഹായത്തോടെ 16 റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്നു. ഏതായാലും ഇപ്പോൾ ജോമൽ വെഴിക്കാൻ ഒരു വിക്കറ്റ് എടുത്തിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി. മറ്റ് ബൗളർമാർ ജേഡൻ സീൽസ്, ആൻഡേഴ്സൺ ഫിലിപ്സ്, ജസ്റ്റിൻ ഗ്രീവ്സ്, അതുപോലെ ക്യാരി പിഴെ, റോസ്റ്റൻ ചെയ്സ് തുടങ്ങിയവരൊക്കെ പന്തെറിഞ്ഞെങ്കിലും വിക്കറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷേ മോശമല്ലാത്തൊരു ബൗളിംഗ് പ്രകടനം തന്നെ അവർ നടത്തി. ഒരു പക്ഷേ രണ്ടാം സെഷനിൽ ഇതേപോലെ തന്നെ ഡിസിപ്ലിൻഡായിട്ട് കൃത്യമായ സ്പോട്ടുകളിൽ പന്തെറിയാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സെഷനിൽ കൂടുതൽ ആധിപത്യം പുലർത്തുക, അധികം വിക്കറ്റുകൾ പോവാതെ മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുക, അതോടുകൂടി തന്നെ വലിയ സ്കോറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ആദ്യ സെഷൻ കഴിയുമ്പോൾ ഉറപ്പിച്ച് പറയാം, ആദ്യ സെഷൻ ടീം ഇന്ത്യ കൊണ്ടുപോയി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.